അപ്പോൾ നമ്മളെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെർമ്യൂട്ടേഷൻ ഈസ് ഈവൺ. തന്നിരിക്കുന്ന 4 പെർമ്യൂട്ടേഷൻസിൽ ഏതാണ് ഈവൺ പെർമ്യൂട്ടേഷൻ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം നമുക്കറിയാം നമ്മളൊരു ഇതിനെ സൈക്കിൾസ് ആയിട്ട് എഴുതി അത് നമ്മൾ ട്രാൻസ്പോസിഷൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് ട്രാൻസ്പോസിഷൻസിൻ്റെ എണ്ണം ഈവൺ ആണെങ്കിൽ അത് ഈവൺ പെർമ്യൂട്ടേഷനും ഓഡ് ആണെങ്കിൽ അത് ഓഡ് പെർമ്യൂട്ടേഷനും എന്നറിയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കുന്ന സമയത്ത് ആദ്യത്തിന് നമ്മൾ സൈക്കിളായിട്ട് എഴുതുമ്പോൾ 1 2ലേക്ക് 2 3ലേക്ക് 3 4ലേക്ക് 4 5ലേക്ക് 5 പിന്നെയും 1ലേക്ക്. അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ ഇവിടെ എഴുതാം 1 2 3 4 5 എന്ന് വരും. ഇനി ഇതിനെ പെർമ്യൂട്ടേഷൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് 1 5 ഇങ്ങനെ 1 5 1 4 1 3 1 2 ഇങ്ങനെ വരും. അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് 1 2 3 4 4 വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈവൺ ആയതുകൊണ്ട് ഒന്നാമത്തെ തന്നെയാണ് ഈവൺ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 5ലേക്ക് 5 1ലേക്ക് സോ 1 5 എന്ന് പറയുന്ന ഒരു സൈക്കിൾ വരും. പിന്നെ 2 3 3 4ലേക്ക് 4 പിന്നെയും 2ലേക്ക് അപ്പോൾ 2 3 4 എന്ന് പറയുന്ന മറ്റൊന്ന് വരും. നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്ന സമയത്ത് 1 5 തന്നെ 2 4 2 3 2 4 2 4 2 3 വരും. അപ്പോൾ 1 2 3 ഓടാന്ന് വരുന്നത്. അപ്പോൾ ഇത് ഈവൺ അല്ല. അങ്ങനെ ബാക്കിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാം 3 തന്നെയാണ് വരുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ ഈവൺ. അപ്പോൾ ഒന്നാമത്തെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം ദ ഗ്രൂപ്പ് സെറ്റ് 10 ടു ദ ഗ്രൂപ്പ് സെറ്റ് 12 ഈസ്. നമുക്ക് നമ്പർ ഓഫ് ഹോമോമോർഫിസം ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2 ഗ്രൂപ്പിൻ്റെ ഹോമോമോർഫിസം കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? GCD ഓഫ് ഈ നമ്പേഴ്സ് നമ്മൾ ഓർഡർ 10 12. GCD ഓഫ് 10 12 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് GCD ഓഫ് 10 12 ആണ് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ് W1 ആൻഡ് W2 ബി 2 subspaces of a finite dimensional vector space V. Let dimension of W1 plus dimension of W2 is greater than dimension of W. Then ഈ 4 കണ്ടീഷൻസിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. Then W1 A condition W1 intersection W2 is equal to singleton 0. W1 intersection W2 not equal to set 0. W1 intersection W2 is equal to 5. അല്ലെ D W1 യൂണിയൻ W2 is equal to V. നമുക്കിതിൽ W1 W2 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിൻ്റെ സബ് സ്പേസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 0 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ രണ്ടിലും ഉണ്ടായിരിക്കും, ഇൻ്റർസെക്ഷനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് W1 ഇൻ്റർസെക്ഷൻ W2 5 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഇനി ഇൻ്റർസെക്ഷൻ 0 മാത്രമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയമെൻഷൻ W1 ഇൻ്റർസെക്ഷൻ W2 0 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് 0 വരും. സോ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 is equal to ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2. ഈ ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് V നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് V ആണ്. പിന്നെ W1 W2 സബ് സ്പേസ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 എന്ന് പറയുന്നത് എപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനുണ്ട്, നമുക്ക് ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തും.
അതുകൊണ്ട് W1 ഇൻ്റർസെക്ഷൻ W2 0 ആയിരിക്കില്ല. നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വരും. പിന്നെ ഈ കണ്ടീഷൻ ഈക്വൽ ടു V എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ 0 ആയിട്ട് ഏകദേശം സിമിലർ കണ്ടീഷൻ പോലെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഈ കോൺട്രഡിക്ഷൻ നമ്മൾ ഇൻ്റർസെക്ഷൻ 0 എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ എത്തിയത്. അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സപ്പോസ് ലാംഡ ഈസ് എൻ ഈഗൻ വാല്യൂ ഓഫ് എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് എ, ദെൻ 4 കണ്ടീഷനാണ് ഉള്ളത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ദ ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ, 1 by lambda is the ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ, 0 is an ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഓപ്ഷൻ ഡി, ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ ലാംഡ ഈസ് എൻ ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. നമുക്ക് എ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയിരിക്കും. ഇവിടെ ഇതൊരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. എൻ്റെ ഈഗൻ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ലാംഡ ആണ് എൻ്റെ ഈഗൻ വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഓപ്ഷനിലും അഡ്ജോയിൻ്റ് ഓഫ് എ ആണെന്നുള്ളത്. നമുക്കറിയാം എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നതിന് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് എഴുതാം ഈ ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എൻ്റെ ഈഗൻ വാല്യൂസാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എൻ്റെ ഈഗൻ വാല്യൂസും കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്കൊരു കോൺസ്റ്റൻറ്റ് പോലെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂ ആണ് ലാംഡ ആണെങ്കിൽ നമുക്കറിയാം എ ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇൻവേഴ്സ് ആയിരിക്കും. ഇതും എ റേസ് ടു എന്നിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എൻ ആണെന്നുള്ള നമുക്കറിയാം. അപ്പം എ ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇൻവേഴ്സ് വരും. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റൻ്റ് അതുപോലെ വരും. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ലാംഡ ഇൻവേഴ്സ് വരും. അതിന് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ ലാംഡ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ ലാംഡ ഈസ് എൻ ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ ആയിട്ടില്ലേ? ഒന്നുകൂടെ പറയാതെ നമ്മൾ നോൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് എ ഇൻവേഴ്സിൻ്റെത് അറിയാം, അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണെന്നുള്ളത്. നോൺ 0 ആയതുകൊണ്ട് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ വരും. എ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ മാറ്റി വെച്ചു. എൻ്റെ ഈഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂ ലാംഡ ഇൻവേഴ്സ് വരും. സോ എ ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂ ലാംഡ ഇൻവേഴ്സ്, അതിൻ്റെ കൂടെ നമ്മളെ കോൺസ്റ്റൻറ്റ് പോലെയുള്ള ഡിറ്റർമിനൻ്റ് ഓഫ് എ വരും. സോ അഡ്ജോയിൻ്റ് ഓഫ് എൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ലാംഡ ഇൻവേഴ്സ്, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ ലാംഡ ഈസ് ദ ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ബി എ n by n റിയൽ മെട്രിക്സ്, ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഉണ്ട്, ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ ഉണ്ട്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓൾ റേസ് ടു n ഉണ്ട്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓൾ റേസ് ടു n+1 ഉണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് ഒരു n by n റിയൽ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n ആണെങ്കിൽ കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. കെ ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് കെ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഇതൊരു റിസൾട്ടാണ്, ഇതൊന്ന് ഓർത്ത് വെക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഇൻറ്റു എ എന്ന് പറയുന്നത് കെ റേസ് ടു n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ ആണ്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് കണ്ടുപിടിക്കാനുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ. ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എനെ കെ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ എന്ന് പറയുന്നത്
എ എന്ന് പറയുന്നത് ഒരു n/n റിയൽ മാട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് എഴുതാം? കെക്ക് പകരം ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓൾ റൈസ് ടു n ഇൻറ്റു എൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു എന്നും ഡിറ്റർമിനൻ്റ് ഓഫ് എയും എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു n+1. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു n+1. ക്ലിയർലി? ഈക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇത് എളുപ്പമാണ്. അടുത്ത ചോദ്യം, ഇഫ് എ ഈസ് ഓർത്തോഗണൽ മെട്രിക്സ് ദെൻ എ എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു +or-1, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0, ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഇത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു +or-1 ആണ്. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലത്. എ ഈസ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് +or-1 ആയിരിക്കും. ഇനി ഇത് അറിയില്ലെങ്കിൽ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐ എന്ന് പറയാൻ പറ്റും. എ ഓർത്തോഗണൽ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ എന്ന് വരും. ഇത് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. ഇവിടെ എൻ്റെ ഡിറ്റർമിനൻറ്റും എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും. മെട്രിക്സിൻ്റെ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസിന് പകരം ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് തന്നെ എഴുതാം. കാരണം ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടി. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടി. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ 1 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? +or-1 ആയിരിക്കും. ഇത് നമ്മൾ ഓർത്തോഗണൽ ആയതുകൊണ്ടാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു.